എല്ലാവർക്കും സോണീസ് ബേസിക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. പക്ഷെ എനിക്കത് വളരെ ഉപയോഗം തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ കൊണ്ടുവന്നത്. ഈ വീഡിയോയിൽ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങള് പല ആപ്പുകളും നമുക്ക് ഉപയോഗിച്ചിപ്പോ ചെയ്യാൻ പറ്റും. നോട്ട്സ് എഴുതാനുള്ള ആപ്പുകളുണ്ട് അങ്ങനെ. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുള്ള ഒരു സാധനം വാട്സാപ്പ് അല്ലേ. അതുകൊണ്ടാണ് ഇത് വളരെ ഉപകാരമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഉപയോഗം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ മെസ്സേജ് യുവർ സെൽഫ്, അവനവന് തന്നെ മെസ്സേജ് ചെയ്യുക വാട്സാപ്പില്. അതുകൊണ്ട് അതെങ്ങനെ ചെയ്യുക, അതുകൊണ്ട് എന്താ ഉപകാരം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ തമ്പനെയിൽ ഞാൻ എഴുതിയ പോലെ ഒരാളുടെ നമ്പർ ഫോണിൽ സേവ് ചെയ്യാതെ, നമ്മുടെ കോണ്ടാക്റ്റിലേക്ക് സേവ് ചെയ്യാതെ വാട്സാപ്പിൽ എങ്ങനെ മെസ്സേജ് ചെയ്യാം, അതും ഇതിന്റെ ആദ്യം പറഞ്ഞ ഫീച്ചറിന്റെ ഒരു ഉപയോഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത്. അപ്പൊ ആദ്യം നമുക്ക് വാട്സാപ്പിൽ എങ്ങനെ നമുക്ക് തന്നെ മെസ്സേജ് ചെയ്യാം എന്നുള്ളത് എടുക്കാം. ഇനി വാട്സാപ്പ് തുറന്നിട്ട് വാട്സാപ്പിൽ താഴെയായിട്ട് വലതുവശത്ത് ഒരു പച്ച കളറിൽ ഒരു പ്ലസ് സൈൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാ നമ്പറുകളും കാണാം. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് നമ്മുടെ സ്വന്തം നമ്പറാണ്. മെസ്സേജ് യുവർ സെൽഫ് എന്നും അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ല, ആർക്കും മെസ്സേജ് അയക്കണ പോലെ തന്നെ നമ്മുടെയും മെസ്സേജ് അയക്കാനുള്ളത് തുറന്നു. താഴെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നമുക്ക് അയക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അവനവന് തന്നെ ഇവിടെ മെസ്സേജ് അയക്കാം, വേറെ ഒരാൾക്ക് അയക്കണ പോലെ തന്നെ. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇവിടെ അയക്കുന്നവരും നമ്മൾ തന്നെയാണ്, അത് വായിക്കുന്നവരും നമ്മൾ തന്നെയാണ്. ഒരിക്കൽ നമ്മൾ ഇതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അത് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മളിത് വാട്സാപ്പ് തുറക്കുമ്പോൾ ഈ കാണുന്ന പോലെ മുമ്പിൽ തന്നെ നമ്മുടെ പേരുണ്ടാവും, അതെടുത്താൽ മതി. ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ത്, അല്ലെങ്കിൽ ഞാൻ എന്തിനൊക്കെയാണ് ഉപയോഗിക്കണേ എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഉപയോഗം, നമ്മൾ സാധാരണ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും ഈ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്യൂ കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് ഈ പേരൊന്ന് അഡ്രസ്സൊന്ന് വെച്ചോളൂ അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ചിലപ്പോൾ പേപ്പറും പേനയും തപ്പുക, ആ നേരത്ത് വഴിയിലെങ്ങാനാ നിൽക്കണമെങ്കിൽ അത് കിട്ടൂല. ചിലപ്പോൾ നമ്മൾ അടുത്ത് വല്ല ഫ്രണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ഒന്ന് നോട്ട് ചെയ്യാൻ പറയും, ഈ നമ്പർ ഒന്ന് എഴുതി വെക്കുക, അതിന് ടൈപ്പ് വെക്കുക എന്ന് പറയും അല്ലെ. അപ്പൊ ഇനി നമ്മൾ ഒറ്റയ്ക്കുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഫോണിൽ നിന്ന് പുറത്ത് കിടന്നിട്ട് വാട്സാപ്പിൽ ഇതുപോലെ നമ്മുടെ നമ്പറിലേക്ക് തന്നെ അയക്കാം. നമ്മൾ ഫോണിലായിരിക്കുമ്പോൾ ആദ്യം സ്പീക്കർ ഓൺ ആക്കുക, നിർബന്ധമില്ല, പക്ഷെ നമുക്ക് പറയണത് ഉറക്കെ കേൾക്കണ്ടേ. അപ്പോൾ സ്പീക്കറിലാക്കിയിട്ട് ഇനി നടുവിലുള്ള സ്ക്വയർ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഹോമിൽ നമ്മൾ പുറത്തേക്ക് കിടക്കാം, ഫോൺ കട്ടാവാതെ തന്നെ. ഇനി വാട്സാപ്പ് എടുത്ത് നമ്മുടെ നമ്പർ എടുക്കുക. ഇനി ഇതുപോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോട്ട് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യാം. ഇതേ ഒരു എക്സാമ്പിളിൽ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്പർ പറയൂ. 9495. ഓക്കെ. ഇനി ഏതാ കടയുടെ പേരെന്താ പറഞ്ഞേ? രമേശ് ഇൻഫോടെക്. ഓക്കെ. അപ്പൊ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിയെന്നാ. അപ്പൊ ഇനി ഇത് ഫോണിന്റെ ഇടയിൽ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനൊക്കെ കുറച്ച് എളുപ്പമായില്ലേ. നമ്മുടെ കയ്യിൽ ഫോണിലുള്ളതായതുകൊണ്ട് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും അത് തുറന്ന് നോക്കാനും എളുപ്പമുണ്ട്. കടലാസൊക്കെ കാണാതാവുന്ന പോലെ ഇനി ഇത് തപ്പി നടക്കുകയും വേണ്ട. അപ്പൊ ഇനി രണ്ടാമത്തെ ഉപയോഗം നമുക്ക് ഒരു ഓർമ്മിക്കാനുള്ള സാധനങ്ങൾ, ഒരു റിമൈൻഡർ ആയിട്ട് ഡയറി ഒക്കെ ഉപയോഗിക്കണ പോലെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പാലിന്ന് വന്നിട്ടില്ലാന്നോ, ഈവൻ എന്റെ പീരീഡ്സിന്റെ ഡേറ്റ് പോലും ഓർക്കാൻ ഞാൻ ചിലപ്പോൾ എനിക്ക് തന്നെ മെസ്സേജ് അയച്ചിടാറുണ്ട്. അതുപോലെ മെഡിസിൻ നിങ്ങൾ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ അങ്ങനെ എന്തും നിങ്ങൾക്ക് ഓർക്കാനുള്ളത് എടുക്കാം, അതിനകത്തേക്ക് സെൻഡ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഉപയോഗം, നമുക്ക് നേരത്തെ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കണത് പ്രിപ്പയർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് സ്ഥിരം അയക്കുന്ന ഒരാൾക്കല്ല, എന്തെങ്കിലും ബാങ്കിന്റെയോ വേറെ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കൊക്കെ അയക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് സെൻഡ് അടിച്ചു പോകും. അപ്പൊ അത് പോകും. പിന്നെ അത് നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ആവണം. അപ്പോൾ കുറച്ച് വലിയ മെസ്സേജ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഇത്തിരി എളുപ്പത്തിൽ നമുക്ക് തന്നെ അയച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കുറേ പേരെ ഒരു ബർത്ത്ഡേക്ക് ക്ഷണിക്കാനുള്ള ഒരു വിഷ് ആണെങ്കിൽ അത് ആദ്യം ഇവിടെ തന്നെ ടൈപ്പ് ചെയ്തു നമുക്ക് തന്നെ നമ്മുടെ നമ്പറിലേക്ക് അയക്കുക. അതിനുശേഷം നമുക്ക് എപ്പോഴാണോ എല്ലാവർക്കും അയക്കേണ്ടത് അതിൽ നിന്ന് എടുത്തിട്ട് അയക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ ഒരു വിഷ് ആണെങ്കിൽ, ഇപ്പോൾ ഞാനിത് ഒരു വിഷ് പ്രിപ്പയർ ചെയ്തു, നമ്മളത് അയക്കേണ്ട ദിവസം നമ്മൾ ചിലപ്പോൾ ഒരു തിരക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് അന്ന് അത് വലുതായിട്ടൊന്നും ഇത് ഉണ്ടാക്കി അയക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ അത് ഉണ്ടാക്കി നമ്മുടെ നമ്പറിലേക്ക് അയച്ചിടുകയാണെങ്കിൽ പിന്നീട് ആ ബർത്ത്ഡേക്ക് എന്നാണ് നമ്മൾ അയക്കേണ്ടത് അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് അതിൻ്റെ ആ ബർത്ത്ഡേ ഉള്ള ആൾക്ക് അയച്ചാൽ മതി. അത് ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനി നാലാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണത്.
നമ്മൾ പുറത്തു പോകുമ്പോഴോ എന്തെങ്കിലും ഒരു ഇത് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, മേടിക്കേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. അത് ഇനി നമുക്ക് വാട്സാപ്പിൽ നമുക്ക് തന്നെ അയക്കാം. ഇതേതുപോലെ നമുക്കത് വേറെ വേറെ ആയിട്ട് തിരിച്ച് ഓരോ കടയിലെ വേറെ വേറെയൊക്കെ ആയിട്ട് അയക്കുകയാണെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് അതിൽ കറക്ഷൻസ് വരുത്താം. ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലെ പേപ്പറും പേനയോ ഡയറി ഒന്നും എടുത്തിന് എഴുതണ്ട. ഇപ്പൊ നമുക്ക് തന്നെ ഒരു മെസ്സേജ് ചെയ്ത് വാട്സാപ്പിൽ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് കടയിലൊക്കെ നിൽക്കുമ്പോ ഇനി എന്താ അടുത്തത് മേടിക്കേണ്ടതെന്നൊക്കെ അതിൽ നോക്കാലോ. വേറെ ഒരാൾക്കും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പക്ഷെ അവരെ ഒരു ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഇനിയിപ്പോ നമുക്ക് തന്നെ അയക്കാമെന്നാവുമ്പോ പുറത്ത് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ, നമ്മൾ ബാങ്കിൽ പോവാണ്, നമുക്ക് കുറെ കാര്യങ്ങൾ വേണ്ടി വരൂലേ, ഫോട്ടോ, ആധാർ കാർഡിന്റെ ഫോട്ടോയോ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുള്ളതൊക്കെ നമുക്ക് തന്നെ സെൻഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഗാലറി തുറന്ന് അത് മുഴുവൻ തപ്പാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി വാട്സാപ്പിൽ നമ്മുടെ ഈ നമ്പർ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കാണാം, ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇനി അഞ്ചാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് പല യൂട്യൂബ് ലിങ്കുകളും യൂട്യൂബ് വീഡിയോകൾ, ചിലപ്പോൾ റെസിപ്പിയുടെ ആവാം, നമ്മൾ വല്ല ഹെൽത്തിന്റെ കാര്യങ്ങളുള്ള എന്തെങ്കിലും ആവാം, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകൾ നമുക്ക് ഇങ്ങനെ ഇവിടേക്ക് സെൻഡ് ചെയ്യാം. നമുക്കറിയാം യൂട്യൂബിനകത്ത് ഇത് സേവ് ചെയ്ത് വെക്കാനുള്ള വേറെ പല പരിപാടികളുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാനാണ്. കാരണം വാട്സാപ്പിൽ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് അല്ലേ. അപ്പൊ നമുക്ക് ആ ലിങ്ക് പെട്ടെന്ന് അത്രയും ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് ഷെയർ ചെയ്താൽ മതി. അപ്പൊ അടുത്ത ഉപയോഗം എന്ന് പറയുന്നത്, ഞാൻ ആ തമ്പുനെയിൽ പറഞ്ഞ പോലെ ഒരാളുടെ നമ്പർ നമുക്ക് അത്ര പരിചയമില്ല, നമുക്ക് ഒരു തവണ വാട്സാപ്പിൽ എന്തെങ്കിലും അയാൾക്ക് അയക്കണമെങ്കിൽ അയാളുടെ നമ്പർ ഇനി നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വാട്സാപ്പിൽ അയക്കാൻ പറ്റും. അത് ഈ ഫീച്ചറിന്റെ മെസ്സേജ് യുവർ സെൽഫിന്റെ ഭാഗമായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ ആരുടെ നമ്പറിലാണോ നമുക്ക് അയക്കേണ്ടത് ആ നമ്പർ നമുക്കായിട്ടൊന്ന് മെസ്സേജ് ചെയ്യാം. നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ ഇത് തുറന്നിട്ട് അതിൽ സെൻഡ് ചെയ്യാം. ഇനി ആ നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വളരെ ലൈറ്റ് ആയിട്ട് ഇപ്പൊ പതുക്കന്നെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇനി മുകളിൽ ആ ചാറ്റ് വിത്ത് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് സാധാരണ പോലെ അവർക്ക് മെസ്സേജുകൾ അയക്കാം. അപ്പൊ മെസ്സേജ് യുവർ സെൽഫ്, നമുക്ക് അവനവൻ തന്നെ മെസ്സേജ് അയക്കാം എന്നുള്ളതിന്റെ കുറച്ച് ഉപയോഗങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്, ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതല്ലാതെ കുറച്ച് ഉപയോഗങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൺ ആക്കിയിടുക. അപ്പോ ബൈ.